ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ HSA നാച്ചുറൽ സയൻസിൻ്റെ ടിഷ്യൂ കൾച്ചറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 8ലാണ് ഈ ഒരു ഭാഗം വരുന്നത്. അതിനകത്ത് നമ്മൾ ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ പാർട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ടിഷ്യൂ കൾച്ചർ എന്നുള്ളതും ടോട്ടിപ്പൊട്ടൻസിയെക്കുറിച്ചും ഡിഫറൻസിയേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എക്സ്പ്ലാന്റ് എന്നുള്ളത്. നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്പ്ലാന്റ്? ടിഷ്യൂ കൾച്ചറിനായിട്ട് നാം തിരഞ്ഞെടുക്കുന്ന സസ്യഭാഗങ്ങളെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് ഏതൊരു പ്ലാന്റിൻ്റെ ഏതൊരു പാർട്ടും നമുക്ക് ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ സസ്യഭാഗത്തെയാണ് എക്സ്പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സസ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വേണമെങ്കിലും നമുക്കത് എടുക്കാം. ഇലയിൽ നിന്നോ കാണ്ഡത്തിൽ നിന്നോ അങ്ങനെ ഏത് പാർട്സിൽ നിന്നും നമുക്ക് ഒരു പീസ് എടുക്കാം. അതിനെ നമ്മൾ എക്സ്പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് കാലസ് ആണ്. ഇതും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് കാലസ് എന്നുള്ളത്. നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യണമല്ലോ. അണുരഹിതമായ അന്തരീക്ഷത്തിലും അനുകൂലമായ താപനിലയിലും ഇത്തരം കോശകലകൾ വളർന്ന് വിഭജിച്ച് ഒരു വലിയ കോശ സമൂഹമായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. അപ്പോൾ കാലസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന ആ ലാബ് കണ്ടീഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം, അണുരഹിതമായിരിക്കണം. അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആ പർട്ടിക്കുലർ ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഈ കോശകലകൾ ഡിവൈഡ് ചെയ്ത് ഒരു വലിയ കോശ സമൂഹമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ആ ഒരു വലിയ ഗ്രോത്ത് ആയിട്ടുള്ള ആ ഒരു കോശ സമൂഹത്തിന് നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് കാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലസിൽ നിന്നാണ് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തെടുത്ത് അതിനെ നമ്മൾ കൾച്ചറൽ മീഡിയത്തിൽ വളർത്തി പുതിയ തൈച്ചെടികളായിട്ട് സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കാലസ് എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അണുരഹിതമായ അന്തരീക്ഷത്തിലും അനുകൂലമായ താപനിലയിലും കോശകലകൾ വളർന്ന് വിഭജിച്ച് ഒരു വലിയ കോശ സമൂഹമായിട്ട് മാറുന്നു. ആ കോശ സമൂഹത്തിനെയാണ് കാലസ് നമ്മൾ വിളിക്കുന്നത്. ഈ കാലസിൽ നിന്ന് നിരവധി പുതിയ തൈച്ചെടികളെ നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കൾച്ചറൽ മീഡിയം, പോഷണ മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചർ മീഡിയനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സസ്യത്തിൻ്റെ കോശകലകൾ ടെസ്റ്റ് ട്യൂബിൽ വളർത്തുന്നതിനാവശ്യമായ ഘടകമാണ് പോഷണ മാധ്യമം എന്ന് പറയുന്നത്. ഒരു സസ്യത്തിൻ്റെ കോശകലകൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ വളർത്തിയെടുക്കുന്നതിന്, അത് വളർന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ അടങ്ങിയ ഒരു മീഡിയം ആവശ്യമാണ്. അതാണ് പോഷണ മാധ്യമം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോഷണ മാധ്യമത്തിൽ ഉണ്ടാവുക? ഈ കൾച്ചർ മീഡിയത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക? അപ്പോൾ നമുക്ക് കാർബൺ ആവശ്യമാണ് അല്ലേ? അപ്പോൾ കാർബണിൻ്റെ ഉറവിടമായിട്ടുള്ള സൂക്രോസ്, അതുപോലെ ലവണങ്ങൾ, വിറ്റാമിനുകൾ, അമിനോ ആസിഡ്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വളർച്ചാ ഹോർമോണുകൾ, ഇതൊക്കെ ആവശ്യമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന വളർച്ചാ ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓക്സിൻ, സൈറ്റോകൈനിൻ തുടങ്ങിയവയാണ്. ഇതെല്ലാം ഈ മീഡിയത്തിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ഒരു പ്ലാന്റ് സെല്ലിന് വളർന്ന ഒരു എൻറ്റയർ പ്ലാന്റ് ആകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ കൾച്ചർ മീഡിയയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു സസ്യത്തിൻ്റെ കോശകലകൾ ടെസ്റ്റ് ട്യൂബിൽ വളർന്ന് ഒരു എൻറ്റയർ പ്ലാന്റ് ആകുവാൻ ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകത്തെയാണ് നമ്മൾ പോഷണ മാധ്യമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പോഷണ മാധ്യമത്തിൽ കാർബണിൻ്റെ സോഴ്സ് ആയിട്ടുള്ള സൂക്രോസ്, ലവണങ്ങൾ, വിറ്റാമിനുകൾ, അമിനോ ആസിഡ്, ഗ്രോത്ത് ഹോർമോൺസ്, അത് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന ഓക്സിന്, സൈറ്റോകൈനിൻ തുടങ്ങിയവ ഈ ഒരു പോഷണ മാധ്യമത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പോഷണ മാധ്യമത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ആ ഒരു കാലസിൽ നിന്ന് പോഷണ മാധ്യമത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന സസ്യങ്ങളെന്ന് പറയുന്നത് മാതൃസസ്യത്തോട് ജനിതകപരമായിട്ട് വളരെയധികം സമാനത പുലർത്തുന്നവയായിരിക്കും. അതുകൊണ്ട് ഈ ഉണ്ടാകുന്ന പുതിയ ആ ഒരു സസ്യത്തെ നമ്മൾ സോമാക്ലോൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കാലസിൽ നിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത ആ സെല്ലിൻ്റെ പോർഷൻ നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ സെല്ല് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള മീഡിയം സെലക്ട് ചെയ്ത് അതിൽ നമ്മൾ കൾച്ചർ ചെയ്ത് വളർത്തിയെടുക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പുതിയ തൈച്ചെടികൾ അത് മാതൃസസ്യത്തോട് ജനിതകപരമായിട്ട് വളരെയധികം സമാനത പുലർത്തുന്നതാണ്. അതിനെ നമ്മൾ സോമാക്ലോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന കുറച്ച് കൾച്ചർ മീഡിയങ്ങളെ നമ്മൾ പരിചയപ്പെടുവാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് വൈറ്റ് മീഡിയമാണ്. വൈറ്റ് മീഡിയം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള MS മീഡിയം, അതേപോലെ B5 മീഡിയം,
N6 മീഡിയം. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ടിഷ്യൂ കൾച്ചറിനായിട്ട് യൂസ് ചെയ്യുന്ന മീഡിയംസ്. വൈറ്റ് മീഡിയം, MS മീഡിയം, B5 മീഡിയം, N6 മീഡിയം. ഇതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ലാബ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് MS മീഡിയമാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് MS മീഡിയത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ MS മീഡിയത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മുറാഷിഗെ ആൻഡ് സ്കൂക്ക് മീഡിയം എന്നാണ് MS മീഡിയത്തിൻ്റെ പൂർണ്ണരൂപം. മുറാഷിഗെ ആൻഡ് സ്കൂക്ക് മീഡിയം എന്നാണിത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് MS മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ MS മീഡിയത്തിൽ ഉണ്ടാവുക? നമ്മൾ ഈ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന MS മീഡിയത്തിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. സസ്യങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ധാതു ലവണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള ധാതു ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സ്ഥൂല പോഷകങ്ങളായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കാൽസ്യം, മഗ്നീഷ്യം, നൈട്രജൻ തുടങ്ങിയവയാണ്. നമ്മൾ MS മീഡിയത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥൂല പോഷകങ്ങളായിട്ട് വരുന്നത്, മാക്രോ ന്യൂട്രിയൻസ് ആയിട്ട് വരുന്നത് കാൽസ്യം, മഗ്നീഷ്യം, നൈട്രജൻ. അപ്പോൾ എന്തൊക്കെയാണ് ഈ മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണ് ഈ MS മീഡിയത്തിൽ, അതിൽ ഏതൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാൽസ്യം, മഗ്നീഷ്യം, നൈട്രജൻ തുടങ്ങിയവയാണ് സ്ഥൂല പോഷകങ്ങളായിട്ട് MS മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സൂക്ഷ്മ പോഷകങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോപ്പർ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയവയാണ്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് MS മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോപ്പർ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയവയാണ്. ഇനി ചില ജൈവ പോഷകങ്ങൾ കൂടി ഇതിൽ അവൈലബിൾ ആണ്. അതായത് വിറ്റാമിനുകളും അമിനോ ആസിഡുകളും ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകൾ അതുപോലെ പർട്ടിക്കുലർ ആയിട്ടുള്ള അമിനോ ആസിഡുകളും MS മീഡിയത്തിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും MS മീഡിയത്തിൽ യൂസ് ചെയ്യുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൈസിൻ എന്ന് പറയുന്ന വിറ്റാമിൻ MS മീഡിയത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിക്കോട്ടിനിക് ആസിഡ് അവൈലബിൾ ആണ്. പിരിഡോക്സിൻ, അതുപോലെ തയാമിൻ, ഇത്തരത്തിലുള്ള വിറ്റാമിനുകൾ ഈ ഒരു MS മീഡിയത്തിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വിറ്റാമിനുകൾ ഓർത്തിരിക്കുക. ഗ്ലൈസിൻ, നിക്കോട്ടിനിക് ആസിഡ്, പിരിഡോക്സിൻ, തയാമിൻ തുടങ്ങിയവയാണ് MS മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വിറ്റാമിനുകൾ. ഇനി ഏതൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹോർമോണുകൾ നോക്കാം. അപ്പോൾ ഓക്സിനുകൾ നമുക്ക് MS മീഡിയത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ സൈറ്റോകൈനിനുകൾ, അതുപോലെ ഗിബർലിൻസ്. ഓക്സിനുകൾ, സൈറ്റോകൈനിനുകൾ, ഗിബർലിൻസ് ഇതൊക്കെ MS മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോർമോണുകളാണ്. അപ്പോൾ വിറ്റാമിനുകൾ നമ്മൾ പഠിച്ചു. ഗ്ലൈസിൻ, നിക്കോട്ടിനിക് ആസിഡ്, പിരിഡോക്സിൻ, തയാമിൻ, ഇതൊക്കെ ഓർത്ത് വയ്ക്കണം, അത്യാവശ്യമായിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഓരോ മീഡിയം തന്നിട്ട് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ഒക്കെ നമുക്ക് എടുത്ത് ചോദിക്കാം, അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്ലൈസിൻ, നിക്കോട്ടിനിക് ആസിഡ്, പിരിഡോക്സിൻ, തയാമിൻ എന്നിവയാണ് MS മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വിറ്റാമിനുകൾ. ഹോർമോണുകൾ കൂടി ഓർത്തിരിക്കുക. ഓക്സിനുകൾ, സൈറ്റോകൈനിനുകൾ, ഗിബർലിൻസ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട MS മീഡിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോർമോണുകൾ. ഓക്സിനുകളുണ്ട്, അതുപോലെ സൈറ്റോകൈനിനുകൾ, ഗിബർലിൻസ്. ഇനി നമുക്ക് ഈ MS മീഡിയം ചില സാഹചര്യങ്ങളിൽ നമ്മൾ സോൾഡിഫൈ ചെയ്ത ഒരു സ്റ്റേറ്റിലാണ് അല്ലേ, സോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ സോൾഡിഫൈയിങ് ഏജൻസും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അഗർ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ജലാറ്റിൻ, ഇതൊക്കെ നമ്മൾ MS മീഡിയത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് പോഷണമാധ്യമം ഖരാവസ്ഥയിൽ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ജെല്ലിയിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ജെല്ലിയിങ് ഏജൻറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. അഗറും അതുപോലെ ജലാറ്റിനുമാണ് നമ്മൾ MS മീഡിയത്തിൽ യൂസ് ചെയ്യുന്ന ജെല്ലിയിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു MS മീഡിയത്തിൻ്റെ കോമ്പോസിഷൻ ഒന്ന് നോക്കാം. നമ്മുടെ സിലബസിൽ കോമ്പോസിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ട് അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, അതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം ഫോസ്ഫേറ്റ് തുടങ്ങിയവയാണ് മാക്രോ ന്യൂട്രിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ഇത് ഒരു എന്താ പറയുക 1 ലിറ്ററിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോമ്പോസിഷനാണ്. അപ്പോൾ മാക്രോ ഇലമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ് തുടങ്ങിയവയാണ്. ഇനി മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം അയോഡൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബോറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യം അയോഡൈഡ്, ബോറിക് ആസിഡ്, മാംഗനീസ് സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, മോളിബ്ഡിക് ആസിഡ്, അതുപോലെ കുപ്രിക് സൾഫേറ്റ്, കൊബാൾട്ട് ക്ലോറൈഡ്, ഇത്തരം സാധനങ്ങളാണ് മൈക്രോ ഇലമെൻറ്റ്സ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. പൊട്ടാസ്യം അയോഡൈഡ്, അതുപോലെ ബോറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, മാംഗനീസ് സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, മോളിബ്ഡിക് ആസിഡ്, കുപ്രിക് സൾഫേറ്റ്, അതുപോലെ കൊബാൾട്ട് ക്ലോറൈഡ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അയൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫെറസ് സൾഫേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഥിലീൻ, ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്,
അതും നമ്മൾ ഇതിനകത്ത് അയണിനോടൊപ്പം നമ്മൾ കമ്പോണൻ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ വിറ്റാമിൻസ് ഉണ്ട്, മയോ ഇനോസിറ്റോൾ, അതുപോലെ ഗ്ലൈസിൻ, നിക്കോട്ടിനിക് ആസിഡ്, പിരിഡോക്സിൻ, അതുപോലെ തൈമീൻ. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വിറ്റാമിൻസും നമ്മൾ ഈ ഒരു ഇതിൻ്റെ കോമ്പോസിഷനായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സിലബസിൽ ഈ ഒരു MS മീഡിയത്തിൻ്റെ കോമ്പോസിഷനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന കമ്പോണൻറ്റ്സ് ഏതാണ്, മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, മൈക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, മാക്രോ ഇലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ മാക്രോ ഇലമെൻറ്റ്സ്, മൈക്രോ ഇലമെൻറ്റ്സ്, അതുപോലെ അയൺ, അതുപോലെ വിറ്റാമിൻസ് ഏതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് HSAയുടെ ഒരു ഫുൾ കോഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആപ്പ് വഴി സമഗ്ര എന്ന് പറയുന്ന അക്കാഡമി എന്ന് പറയുന്ന ആപ്പിലൂടെ നമ്മൾ കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം. സോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ HSAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്